രാഹുൽ, ഈ അവിവാഹിതരായ ആളുകൾക്ക് ഓയോ, നമ്മൾ ഓയോ ഭയങ്കര ഫേമസ് ആയിട്ട് കേട്ടിരിക്കുന്ന സ്ഥലമാണ്. അതായത് അവിവാഹിതരായ ആളുകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഹോട്ടൽ റൂം, അല്ലെങ്കിൽ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് റൂം എടുക്കാൻ സാധിക്കുന്ന, ഒരു തറവാട് വീട്. അതെ അതെ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്നല്ല, അങ്ങനത്തെ ഒരു ഇമേജ് ആണ് സാധാരണ ഓയോക്ക് ഉള്ളത്. പക്ഷെ ഈ ഓയോ പുതിയൊരു നയം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഈ അവിവാഹിതരായ ദമ്പതികൾക്ക് അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ഒരു കപ്പിൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി മുതൽ അവിടെ റൂം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് താമസിക്കാൻ വരുന്ന ആണിനോ പെണ്ണിനോ, അതല്ലെങ്കിൽ കുടുംബത്തോടെ വരുന്നവർക്ക് അവിടെ ഇതുവരെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ വാം വെൽക്കം കിട്ടും, ഇരു കൈയും നീട്ടി സ്വീകരിക്കും. പക്ഷെ ഇനി മുതൽ ഈ കല്യാണം കഴിക്കാത്തവർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവരെ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. എന്ത് രേഖ കാണിച്ചിട്ടും കാര്യമില്ല. എത്ര പേരുടെ കണ്ണീര് കാണേണ്ടി വരുമോ? അതെ, കാര്യം ഇത്രയും കാര്യം ഇപ്പം നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞ സമയത്ത് കുറെ കണക്കുകൾ പുറത്തു വിട്ടിരുന്നു. അതായത് സ്വിഗ്ഗി സൊമാറ്റോ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിപ്സുകൾ, പിന്നെ ഗ്രേപ്സ്, മുന്തിരി, അത് പിന്നെ കോണ്ടം, ഈ സാധനങ്ങൾക്കൊക്കെയാണ് അന്ന്. ഈ 3 സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ പോയിരിക്കുന്നത്. സ്വിഗ്ഗിയിൽ ഇൻസ്റ്റാമാർട്ടിൽ കൂടെ ഏറ്റവും കൂടുതൽ ഓർഡർ പോയിരിക്കുന്നത് ഈ 3 സാധനങ്ങൾക്കും. നമ്മൾ അത് കുറ്റം പറയല്ല, അപ്പൊ അതിനാണ് എന്ന് പറയാണ്. അപ്പൊ ആളുകൾ അത്രയും എന്താ പറയാ ലിബറൽ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. അവിടെ അതിനേക്കാൾ എന്താ പറയാ കുറെ കൂടെ ആ ലിബറലിസത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന അല്ലെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിരുന്നു ഓയോ റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ റിലേഷൻഷിപ്പുകളുടെ കാലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടത് ഓയോ തന്നെയാണ്. കാരണം റിലേഷൻഷിപ്പ് ആണോ ഓയിലിലേക്ക് പോയോ, ആ ഒരു ചോദ്യം വരെ എത്തുന്ന രീതിയിലേക്ക് ഓയോ ഒരു ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഈ ഒരു സാധനം കൊണ്ടായിരിക്കാം. കാരണം പണ്ട് നമുക്കറിയാം, പണ്ട് ഈ ചെക്കിംഗ് ഉള്ള സമയത്ത് പോലീസുകാര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ നമ്മൾ പണ്ടത്തെ സിനിമയിലൊക്കെ റെയ്ഡ് അതിന് ആ ഒരു കാലഘട്ടത്തിനൊക്കെ ശേഷം ഓയോ വന്നപ്പോഴത്തേക്കും ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് തീർക്കാൻ നേരെ ഓയോയിലേക്ക് പോകാം, ഒരു വിഷയവുമില്ല, ആരെയും പേടിക്കണ്ട എന്ന്. എനിക്കൊന്ന് ഓയോ പല രീതിയിലും ട്വീറ്റിലൊക്കെ ഇതുകൂട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഓയോ. അപ്പൊ ഓയോ തന്നെ തിരിച്ച് പഴയ രീതിയിലേക്ക് പോകുമ്പോൾ ആളുകൾക്ക് അത് വളരെ വിഷമകരമായിരിക്കും. പക്ഷെ ഒരു സാമൂഹികപരമായിട്ട് വരുമ്പോൾ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാനും ഇതുകൂട്ടുള്ള സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ഒരു പോയിന്റ്. അത് മുഴുമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ന്യൂ ഇയറിന്റെ സമയത്ത് പുറത്തുവിട്ട കണക്കുകളിൽ ഇത്തരം സാധനങ്ങൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്തത് എന്നുള്ളത്. പിന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വാർത്തയായിട്ട് അന്ന് പുറത്തു വന്നിരുന്നത് ഓയോ റൂമുകൾക്ക് ഭയങ്കര ചെലവായിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ഓയോയില് റൂമുകൾ എടുത്തു. അവർക്ക് ഈ ഓയോ മുതലാളി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് കോടികളുടെ വരുമാനമാണ് എന്ന് വാർത്തയുണ്ടായി. അപ്പൊ ഒരു പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരുമാനം അവർക്ക് ലഭിച്ചത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇടയ്ക്ക് ഈ സാധനം കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരുമല്ലോ, അങ്ങനെ എന്തോ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് കരുതുന്നു. ഞാൻ അറിയില്ല. എന്ത് തന്നെയായാലും എന്താ പറയാ, ഇത്രയും കാലം നമ്മൾ ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ തിരിച്ചറിയൽ രേഖകൾ മാത്രം മതിയായിരുന്നു, അല്ലെങ്കിൽ അതെ പ്രായപൂർത്തിയാവുക എന്നുള്ള ഒരു മാനദണ്ഡം മാത്രമാണ് ഇപ്പോഴും നമ്മുടെ എന്താ പറയാ അങ്ങനെ ആയിരിക്കണം എന്ന് എന്തൊക്കെയോ റൂൾസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിൽ ഉറപ്പില്ല. വോട്ട് നമ്മുടെ ഒരുപാട് റീല് ചെയ്ത് ഒക്കെ സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പറയുണ്ടായി. അതായത് ഏതൊരു പൗരനും, പ്രായപൂർത്തിയായ ഏതൊരു പൗരയ്ക്കും എവിടെ വേണമെങ്കിലും റൂം എടുക്കാം, അവരുടെ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായാൽ മാത്രം മതി, ആരും അവരെ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ഈ ലോഡ്ജിലൊക്കെ റൂം എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ കല്യാണം കഴിച്ചവരാണോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഓരോരുത്തരെയും ഹറാസ് ചെയ്യാറുണ്ട്. അത്തരം ചോദ്യങ്ങളൊന്നും ഇനി പാടില്ല, നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കരുത് എന്നുള്ള നിയമമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നിടത്തേക്കാണ് ഓയോയുടെ ഈ ഒരു വലിയ അടി പോലെ ഇത് വന്നിരിക്കുന്നത്, അവരുടെ പുതിയ നയം എന്ന് പറയുന്നത്. അത് പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കണം എന്നൊന്നുമില്ല. ഈ ഒരു ചിന്തയോടെ ഒരു റൂമിൽ പോയി താമസിക്കുന്നവരും എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അല്ല, 2 സുഹൃത്തുക്കള് വേറെ യാത്ര പോയിട്ട് വന്നിട്ട് അങ്ങനെ പ്യുവർ ഇന്റൻഷൻ
അപ്പൊ എല്ലാവരും അങ്ങനെ ആ ഒരു ഇന്റൻഷനോട് തന്നെ ഓയിൽ പോകുന്ന ആളുകളാണ് എന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം ഇപ്പം നമ്മൾ 2 സുഹൃത്തുക്കളാണ്, നമ്മളൊരു ദീർഘദൂര യാത്ര പോയി വന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു റൂം വേണം. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നോക്കും, അടുത്ത് എവിടെയാണോ റൂം ഉള്ളത് അവിടെ പോകും. ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ആ ഒരു ഇന്റൻഷനോടെ ആയിരിക്കത്തില്ല നമ്മൾ ആ ഒരു ഓയോ റൂമിലേക്ക് പോകുന്നത്. ആളുകൾ പലതും പല രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത്, പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. നല്ല ഇന്റൻഷനോടെ പോകുന്നവരുണ്ട്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ 2 പേര് 2 റൂം എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചെലവ്, അപ്പൊ അവർക്ക് ഒറ്റ റൂമിൽ അവർ കംഫർട്ടബിൾ ആയിട്ടായിരിക്കാം. അങ്ങനെ പോകുന്ന എത്രയോ മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു നിയമം വരുമ്പോൾ. അതേപോലെ തന്നെ എന്താ പറയാ, ഇവർക്ക് ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ സാധാരണ പറയാറുണ്ട്, അതായത് ഈ പോൺ വീഡിയോസ് ഉള്ളത് കൊണ്ടാണ് ഒരു പരിധി വരെ ഈ പീഡനങ്ങളും ബലാത്സംഗങ്ങൾക്കും ഒക്കെ ഒരു അറുതിയുള്ളത്, അല്ലെങ്കിൽ ഒരു കുറവ് ഉള്ളത് അതുകൊണ്ടാണ്. അതും നിരോധിച്ചാൽ അല്ലെങ്കിൽ അതില്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തലങ്ങും വിലങ്ങും പീഡനമായിരിക്കുമെന്ന്. ഞാൻ അതിനെ ആ ഒരു വാദത്തെ ന്യായീകരിക്കുകയല്ല. ആളുകൾക്ക് ഇത്തരം നിയമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നയങ്ങൾ ഇവർ പുതിയതായി പുറപ്പെടുവിക്കുന്ന സമയത്ത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടില്ലേ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിന് സാധ്യതയില്ലേ അവിടെ? അതെ, ചിലപ്പോ ഇതെല്ലാം പൊതുവഴിയിലേക്കും വന്നുകൂടാതെ ഇല്ല. കാരണം നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് ഈ റിലേഷൻഷിപ്പിലുള്ള ആളുകള് പാർക്കിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും പോയിട്ട് അവരുടേതായിട്ടുള്ള ഫ്രീഡം എടുക്കുന്നത്. അപ്പൊ അതിനെ ഒരുപാട് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഭയങ്കരമായി തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് ഇരിക്കട്ടെ, അവരെ നമുക്ക് പോയി അങ്ങനെയാണെങ്കിൽ നാട്ടിൽ നടക്കുന്ന എല്ലാ അവിഹിതങ്ങളെയോ അല്ലെങ്കിൽ നാട്ടില് എന്താ പറയാ പ്യുവറായിട്ട് സ്നേഹിക്കുന്ന 2 പേർ, അത് ചിലപ്പോൾ ഏത് പ്രായത്തിലുള്ളവരോ ആയിക്കോട്ടെ, 40, 45 ആയവർ, 50 ആയവരൊക്കെ സ്ത്രീയും പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് ഇത്തരം ഒരു ആഗ്രഹം ഉണ്ടെന്നിരിക്കെ അവർക്ക് ഇത്തരമൊരു സൗകര്യം ലഭിച്ചില്ല എങ്കിൽ അവരെന്ത് ചെയ്യും? അവരും അവിടെ അവിവാഹിതരായ ദമ്പതികൾ തന്നെയാണല്ലോ. പ്രായം കൂടി എന്ന് കരുതി അവരെ എന്താ പറയാ പ്രത്യേക കൺസിഡറേഷൻ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പം അത്തരം ആളുകളെയും അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ മൊത്തത്തിൽ ഇതിനൊരു റെസ്ട്രിക്ഷൻ വരുന്ന സമയത്ത് മൊത്തത്തിൽ ആളുകൾക്ക് അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആവില്ലേ? ആളുകൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി എന്താ പറയാ പിന്നീട് അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ നമുക്ക്? നിങ്ങൾ എന്താണ് ഇവിടെ ഇരുന്നത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോഴും പലപ്പോഴും ആളുകളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നതാണ്, ഇവരെല്ലാം ഇവിടെ വന്നിട്ട് എന്തിനാണ് ചെയ്യുന്നത്, ഇവർക്ക് ഓയോ റൂം എടുത്ത് റൂമിൽ പൊക്കൂടെ എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. കോഴിക്കോട് സരോവരം ബയോ പാർക്ക്, അവിടേക്ക് ഒരു തരത്തിലും നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പോലും കയറി ചെല്ലാൻ ഭയങ്കര നാണമാവുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു കോഴിക്കോടുകാരിയാണ്, പ്രൗഡ്ലി ഐ എം സെയിങ് ഐ എം എ കോഴിക്കോടുകാരി. പക്ഷെ അവിടെ എനിക്ക് എന്താ പറയാ ഈ ഒരു ഒറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ ആളുകളുടെ മുന്നിൽ ഒരു അപകീർത്തികരമായി എനിക്ക് ഫീൽ ചെയ്യാറുള്ള ഒരു സാധനം. ആളുകൾ കോഴിക്കോടാണ് സ്ഥലം എന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാ ഹൈലൈറ്റ്സ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ മനഃപൂർവ്വം ഈ ഒരു സ്ഥലത്തെ ഒഴിച്ചു നിർത്തി പറയേണ്ടി വരിക. കാരണം അവിടെ ഈ എന്താ പറയുക ഈ പറഞ്ഞ പോലെയാണ് ആളുകൾക്ക് കുറച്ച് മുൻപ് വരെ അല്ലെങ്കിൽ ഈ ഓയോ ഭയങ്കര സുപരിചിതമാവുന്ന വരെ ആളുകൾ അത്തരം സ്ഥലങ്ങളെയാണ് ചൂസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതെ, അത് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി മനോഹരമായുള്ള ഒരു സ്ഥലമാണ്. അത് ബയോ പാർക്കാണ് ആക്ച്വലി, അല്ലാതെ അവിടെ ഒരു ഇതിനു വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് കെട്ടിപ്പണിതല്ല. അതൊരു ബയോ പാർക്കാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് കയറി ചെന്ന് ആ പ്രകൃതി ഭംഗി ആസ്വദിച്ച് തിരിച്ചു വരാം. എത്രയോ ഒരു ഏക്കറിന്റെ അടുത്ത് കണ്ട് 1 ഏക്കറോ എത്രയോ ഏക്കർ കണക്കിനും കണ്ട് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അത് വട്ടത്തിൽ കറങ്ങി കണ്ടുവരാം നമുക്ക്. അത് നമുക്ക് കുടുംബത്തിന്റെ കൂടെ ഒന്നും പോയിട്ട് ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതും എന്താ പറയുക ഇപ്പം ഒരു പക്ഷെ അതിന് കുറവ് സംഭവിച്ചിരിക്കാം, എനിക്കറിയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടിട്ടുള്ള ഈ ഒരു സംഭവം. എൻ്റെ വീട്ടിൽ നിന്നൊന്നും എന്നെ അവിടേക്ക് കൊണ്ടുപോയിട്ടേ ഇല്ല. പിന്നീട് ഞാൻ വലുതായ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ അങ്ങനെയാണ്. കാര്യം അവിടേക്ക് പോവാൻ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ അങ്ങനെ ഒരു അനുവാദം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഒരു പക്ഷേ ഈ ഓയോ സുപരിചിതമായതിനു ശേഷം അതിന് എന്താ പറയാ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ വീണ്ടും ഓയോ ഇത്തരം ഒരു നയം കൊണ്ടുവരുമ്പോൾ ഇത് എന്താ പറയാ വഴിവക്കിലും രാഹുൽ പറഞ്ഞ മാതിരി വഴിവക്കിലും അല്ലെങ്കിൽ കുറ്റിക്കാടുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒളിവോ മറവോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അതിനെ ഒരു എന്താ പറയാ ഇതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യമാക്കി മാറ്റും. അങ്ങനെ ആക്കി മാറ്റില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളെല്ലാവരും കുടുംബത്തോടെ പല വഴിക്കും സഞ്ചരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരില്ലേ എന്നുള്ളതാണ്. നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ ആളുകൾ അവിടെ ഒന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാവരും എല്ലാം ലിബറലായി വളരെ ലിബറലായി കാണുന്ന ആളുകളാണ്. നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ, വഴിവക്കിലൊക്കെ നിന്നിട്ട് പലരും ചുംബിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്.
അതൊന്നും നമുക്ക് ഒരു കാരണവശാലും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്നോ അതൊന്നും വരുമെന്നോ നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല. മലയാളികൾ എന്താ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ. അപ്പം അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. എന്നിരുന്നാൽ പോലും അത്തരം സംഭവങ്ങൾ എന്താ പറയുക, ആളുകൾക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരുമ്പോഴാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളോടൊരു കാര്യം അരുത് എന്ന് പറഞ്ഞാൽ അതിനെതിര് ചെയ്യാൻ എപ്പോഴും ഒരു ടെൻഡൻസി വരുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളെ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴി മധ്യേയും ഇത്തരം കാര്യങ്ങൾ കാണേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്.